കാണുന്ന ഫ്ലോറൽസിൽ നിന്ന് ഒരു ഡിഫറൻസ് വന്നിട്ടില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ചേഞ്ചാണ് എനിക്കതിനകത്ത് ഏറ്റവും കൂടുതൽ വൈ ഐ എം ഡ്രോൺ ടു ദി സാരി എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും യുണീക്നെസ്സും ഒക്കെ തന്നെയാണ്. സോ വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഡിസൈനർ സാരി, നെറ്റിൽ വന്നിരിക്കുന്ന ലുക്കാണ്. ആൻഡ് അതിൻ്റെ ബോർഡേഴ്സ് ഇസ് ക്വൈറ്റ് വൈബ്രൻറ്റ്. ആൻഡ് അത് യെല്ലോ ഷെയ്ഡിലാണ്. നമ്മൾ ആ ഒരു ഓരോ ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കളേഴ്സിനകത്ത് ഓരോ ഡിഫറൻസ് വരുന്നതും ആ സീക്വൻസ് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വന്നിട്ടാണ് കേട്ടോ. ഒരു പേൾസ്, കുഞ്ഞു ബീഡ്സും ഒരു സീക്വൻസും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷൻ. പിന്നെ അതിൻ്റെ അകത്ത് ചെയ്തേക്കുന്ന ആ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു സിഗ്സാഗ് എൻഡിങ് അതിനകത്ത് വന്നിരിക്കുന്ന ആ സീക്വൻസ് ഫുള്ളായിട്ട് മൾട്ടി ടോണിൽ വന്നിരിക്കുന്ന സീക്വൻസ്. ആൻഡ് ഇതിൻ്റെ പല്ലു ഫുള്ളായിട്ട് നമുക്ക് ഒരു ലോങ്ങർ ലുക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഡീറ്റെയിലിംഗ് കട്ട് ട്യൂബ്സിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതിനകത്ത് ഡാൻഡ്ലയോൺസ് പോലത്തെ ഉള്ള ഒരു ഫീലാണ് കേട്ടോ എനിക്കത് കാണുമ്പോൾ തോന്നുന്നത്. ആൻഡ് ഒരു റെയിൻബോ ടോണിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു കട്ട് ബീറ്റ്സും അതിൻ്റെ ആ ഒരു ബോർഡറിൽ വന്നിരിക്കുന്നത്. കൊടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നമുക്ക് അതിൻ്റെ ആ ഒരു സെയിം ഷെയ്ഡിൽ വന്നിട്ടുള്ള സറ്റൂൺ ബോട്ടം ഒക്കെ വെച്ചിട്ടുള്ള സറ്റൂൺ ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു ഫിഷ് കട്ട് സ്കേർട്ട്, അത് ബ്ലൗസിന് കൊടുക്കുന്ന അതേ ലൈനിങ്ങിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് അതിനകത്ത് ആ ഒരു പെർഫെക്ഷൻ വരിക. അത് ആ ഒരു ഭംഗിയും ഇപ്പോഴാണ് അതിനകത്ത് വരുന്നുണ്ടാവുക. ആൻഡ് ഇതിൻ്റെ ലോവർ പോർഷനിൽ നമുക്ക് ഈ ഒരു ബോർഡർ ഡീറ്റെയിലിങ്, ഇപ്പോൾ ഇത് അപ്പർ പോർഷനാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്ലീറ്റ്സിൻ്റെ അവിടെ വരുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു പല്ലുവിൽ കാണുന്ന അതേ ഡിസൈൻ തന്നെ ഈ ഒരു ലോ പോർഷനിൽ വന്നിട്ടുണ്ട്. ലോവർ പ്ലീറ്റ്സിൻ്റെ അവിടെയാണ് കേട്ടോ ഈ ഒരു ലുക്ക് വന്നിട്ടുള്ളത്. അപ്പർ പോർഷനിൽ ഡ്രേപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ലുക്ക് അവിടെ വരുന്നില്ല. അത് നമുക്ക് സിംഗിൾ ലെയറിൽ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പോർഷൻ സിമ്പിളായിട്ട് ഈ ഒരു ലൈൻ വർക്കാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് നമുക്ക് സ്ലീവിലാണ് അതിൻ്റെ ആ ഒരു ഹെവി ആയിട്ടുള്ളൊരു വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് ഒരു സെക്കൻഡ് ഞാനൊന്നും കൂടി ഒന്ന് കൺഫേം ചെയ്തോട്ടെ. 18 ആണോ 19 ആണോ എന്നുള്ളത്. ഇത് 19,999 റേഞ്ചിൽ DSA 104 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെയിൽ യെല്ലോ നമുക്ക് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ ശരിക്കും അറിയാൻ പറ്റത്തില്ല. നമ്മൾ അതിൻ്റെ ആ ഒരു ലൈനിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റുക. ഒരു ക്രോപ്പ് ടോപ്പ് ലെങ്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഇൻ കേസ് നമുക്ക് ആ ഒരു നമ്മുടെ ഒരു കംഫർട്ട് ലെവലിലോട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ DSA 104 ഡിസൈനർ സാരിയാണ്. ക്വയറ്റ് യുണീക്ക്. നമുക്കിപ്പോൾ യങ് സിസ്റ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ വേറെ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട്. ഇൻ ഹൗസ് പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനർ സാരി. ജോർജറ്റ് സാരി നമുക്ക് എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഷേപ്പിൽ വെയർ ചെയ്തെടുക്കാൻ പറ്റുന്ന സാരീസിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ് ജോർജറ്റ്. ആ ഒരു ജോർജറ്റിൽ ഒരു കോൺട്രാസ്റ്റ് ബോർഡർ ലുക്കാട്ടോ വന്നേക്കുന്നത്. ഫുള്ളി മെഷീൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിങ്ങിൽ വന്നേക്കുന്ന ജോർജറ്റ് സാരി ഒരു വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന സാരി ആട്ടോ. ബോർഡറിൽ ഒരു പിങ്കിൻ്റെയും ഗ്രീനിൻ്റെയും കോമ്പിനേഷൻ ലേസ് എഡ്ജാണ് ഇതിൽ ഫിനിഷിങ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ലുക്ക് ഇതാട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കാണാം. നെക്സ്റ്റ് വന്നേക്കുന്നത് ലൈറ്റ് പിങ്കിൻ്റെയും ലൈറ്റ് ബ്രൗണിൻ്റെയും കോമ്പിനേഷൻ ആട്ടോ. പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് പീച്ചിന് സിമിലർ ആയിട്ടുള്ള ഒരു ടോണാണ് ഇത് വന്നേക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ. ഇതിലും ഫ്ലോറിൻ്റെ ഒരു ലുക്കാണ് വന്നേക്കുന്നത്. വൈറ്റിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് ഇതിലും കൊണ്ടുവന്നേക്കുന്നത്. ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പെറൻസി, ചെറിയ ലെവലിൽ ട്രാൻസ്പെറൻസി ഉണ്ട് കേട്ടോ. ഇതാണ് ഇത് പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് സെയിം മെറ്റീരിയലിൽ തന്നെ ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന ബ്ലൗസ് പീസ് വിത്ത് എഡ്ജിൽ ലേസ് ഡീറ്റെയിലിംഗ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഓറഞ്ചിൻ്റെയും ഗ്രേൻ്റെയും കോമ്പിനേഷൻ ആട്ടോ. ഇതിൻ്റെ കോഡ് വരുന്നത് RP273. ഞാൻ വെയർ ചെയ്തേക്കുന്ന RP260. പ്രൈസ് റേഞ്ച് വരുന്ന 4299 ആട്ടോ. എല്ലാം ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന കളർ കോമ്പിനേഷൻസ് ആണ്. ഗ്രേയിൻ്റെ കൂടെ ഒരു ഓറഞ്ചിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു വൈറ്റിൻ്റെ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലും കൂടെ വരുമ്പോഴത്തേനും ഇത് ഫ്ലോറലാണ് വന്നിരിക്കുന്നത്. പല്ലുവിൽ ഇങ്ങനെയാണ് ഒരു ലുക്ക് വരുന്നത്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ ലോവർ പോർഷനിലാണ് ആ ഒരു ലുക്ക് പ്ലേസ് ചെയ്തേക്കുന്നത്. ബ്ലൗസ് പീസിൽ ബോർഡർ ഡീറ്റെയിലിംഗ് കൂടി വന്നേക്കുന്ന ബ്ലൗസ് പീസ്. ഒരു കോൺട്രാസ്റ്റ് ലുക്കിൽ വന്നേക്കുന്ന 3 സാരീസാണ്. ദെൻ
നെക്സ്റ്റ് വന്നേക്കുന്നത് യെല്ലോ ഷെയ്ഡ്. ഇതിൽ കോൺട്രാസ്റ്റ് അല്ല കേട്ടോ, ഇതിൽ സിംഗിൾ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് യെല്ലോ. ബട്ട് ഇതിൻ്റെ ഡീറ്റെയിലിംഗ്, എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വൈറ്റിൽ തന്നെയാണ് സിമിലർ ചെയ്തേക്കുന്നത്. ഡിസൈൻസ് വേരിയേഷൻസ് ഉണ്ട്. ദെൻ ഇതിൻ്റെ എഡ്ജിലായിട്ട് ഒരു ലേസ് ഡീറ്റെയിലിംഗ് എഡ്ജ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാണ്. ഇതാട്ടോ ഇപ്പോഴത്തെ പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. പല്ലു. ദെൻ ബ്ലൗസ് പീസിലും സെയിം റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ്, ഇത് ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന ബ്ലൗസ് പീസ്. ഇതിൻ്റെ കോഡ് വരുന്നത് RP102, പ്രൈസ് റേഞ്ച് വരുന്നത് 2699 ഷെയ്ഡ്. അതിൻ്റെ ബാക്കി കളേഴ്സും കൂടി ഇങ്ങനെ തരുമോ? പേസ്റ്റൽ കളേഴ്സിൻ്റെ അകത്ത് പ്യോർ സിൽക്ക് ഓർഗൻസയ്ക്കകത്ത് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. അതിനകത്ത് ഫുള്ളായിട്ട് ആ ഒരു ജെറി സ്ട്രൈപ്പ് ഡീറ്റെയിലിങ്, അത് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ജെറി സ്ട്രൈപ്സാണ്. ഫുൾ സിഗ്സാഗിൻ്റെ ഒരു വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസും ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു കോമ്പിനേഷൻ്റെ കൂടെ പ്രിൻറ്റഡ് ടസഫ് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് ആൻഡ് ബനാറസി ഡോബി ഡോട്ട്സും കൂടെ വന്നിട്ടുള്ള ഒരു സ്റ്റൈലാണ്. സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ്, പക്ഷേ അത് നമുക്കിപ്പം രണ്ട് ലുക്സ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏത് ഷെയ്ഡ് വേണമെങ്കിലും പിക്ക് ചെയ്തിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് ബ്ലേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക്ഡ് ആയിട്ടുള്ള ബ്ലൗസ് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേണും നല്ല രസമാണ്. രണ്ട് കോമ്പിനേഷൻസും ഡിഫറെൻറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഇനിഷ്യലി നമ്മൾ അതിൻ്റെ ഒരു അതിൻ്റെ ഇനിഷ്യലി നമ്മൾ എടുത്ത ആ ഒരു ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു എന്നും കാണുന്ന സ്റ്റൈലിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഷെയ്ഡ്. നമുക്ക് ഓരോ കളേഴ്സായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ആൻഡ് പല്ലു ഫുള്ള് നമുക്ക് ആ ഒരു ബേർഡ് ഡിസൈൻസ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. SMC 148 എന്ന കോഡിലാണ് വന്നിരിക്കുന്നത്. പ്യോർ സിൽക്ക് ഓർഗൻസയാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 11,329 ആണ് കേട്ടോ. ത്രൂ ഔട്ട് ദി ബോർഡർ വി ഹാവ് ദിസ് ഫ്ലോറൽ എംബ്രോയ്ഡറി, ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു ലൈലാക്ക് ടോണിലോട്ട് പോയിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ഫുൾ സെറി സ്ട്രൈപ്പ്. ഇത് പ്യോർ സെറിയിലും തന്നെയാണ് ചെയ്തേക്കുന്നത്. എംബ്രോയ്ഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ലുക്ക് പ്യോർ നല്ല കളറാണ്. സെറിയുടെ ഷെയ്ഡ് ഇസ് ഓൾസോ വെരി പ്രിറ്റി. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ ടോണിലാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. ഇതിൻ്റെ കൂടെ ബ്ലൗസ് വരുമ്പോൾ ഉള്ള ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് തന്നെ വരും അത്. ആൻഡ് ദെൻ വി ഹാവ് ഒരു പൗഡർ ബ്ലൂ അങ്ങനത്തെ ഉള്ളൊരു ഷെയ്ഡാണ്. പ്ലസൻറ്റ് ഷെയ്ഡാണ്. ആൻഡ് എംബ്രോയ്ഡറി എല്ലാത്തിനകത്തും സെയിം തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. സോ വി ഹാവ് ബേർഡ്സ് ആൻഡ് ഫ്ലോറൽ വൈൻസ് അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ. ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. യു ക്യാൻ സീ ഡിഫറെൻറ്റ് ബേർഡ്സ് ഇൻ ദിസ്. പ്യോർ സിൽക്ക് ഓർഗൻസയ്ക്കകത്ത് എംബ്രോയ്ഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ലുക്ക്. And recently we saw suggestions like just not Kerala viewers, so some people like to have explanation in English as well, so they'll also understand it better. So this is a pure silk organza saree with embroidery. These are all embroidered florals, and it's slightly transparent because it is an organza. And you can actually have a crop top which is a little longer than your usual blouse length. That will be more convenient. You know, you'll feel more confident to wear it. You can just hide your tummy, and even if you're wearing it in a single pleat. And if you have pleated look, then you're not going to have a transparent look. So this is the look. And pallu with tassels. These are separately attached tassels. It's a powder blue shade. And sea green ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു മിൻറ്റിൻ്റെ ടോണിലോട്ട് പോയിരിക്കുന്ന ഗ്രീനാണ്, സീ അല്ല കേട്ടോ. മിൻറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ലുക്ക്. നല്ല ഭംഗിയുള്ള ഒരു കളറായത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതാണ്. സെയിം ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന. ഇത് ആക്ച്വലി ഒരു ചന്തേരി ഫിനിഷിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയൽ വിത്ത് ബനാറസി ഡോട്ട്സ് ആൻഡ് പ്രിൻറ്റ്. അതിൻ്റെ ഗ്രീൻ ഷെയ്ഡ്.
ആൻഡ് ഫൈനലി വി ഹാവ് എ ഗ്രേ. എനിക്ക് ആക്ച്വലി ഈ ഒരു ഷെയ്ഡ് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടം. എന്താ അറിയോ, അതിനകത്ത് ആ ഒരു കളേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ ബ്ലെൻഡിങ് ഇൻ വെൽ എന്നുള്ളൊരു ഫീൽ എനിക്ക് ഈ ഒരു ഷെയ്ഡിൻ്റെ അകത്ത് തോന്നുന്നുണ്ട്. ഫുൾ സാരിയിൽ ഈ ഒരു സ്ട്രൈപ്പും പിന്നെ ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുള്ളി ഡൺ പല്ലു. സിംഗിൾ പ്ലീറ്റിലിടുന്നതാണ് അതിനൊരു ഭംഗി വരാൻ. ലൈക്ക് ആ ഒരു ഫുൾ പല്ലു ഫ്ലോണ്ട് ചെയ്ത് നമ്മളൊന്ന് ചുറ്റി പിടിക്കുമ്പോഴാണ് ശരിക്കും അത് കാണാൻ പറ്റുക. വിൽ ബി വെരി പ്രിറ്റി. SMC 148 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 11,329.